മെയ് 7 നമ്മൾ കൊടുത്താണ്. മെയ് 7 കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് വണ്ടി കിട്ടുന്നത്. ദിവസം രാവിലെ തന്നെ പെട്രോൾ വാങ്ങി ഇറങ്ങിയേക്കണം. പുതിയൊരു ചെറിയ ക്യാൻ വാങ്ങിയിട്ട് 5 ലിറ്ററിൻ്റെ ക്യാനാണ്. 50 dirhams. പിന്നെ ഒരു നീ പാഡ് വാങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ വണ്ടി പാക്കിങ്ങിൽ. ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയിലാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടി കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഈ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഫൈനലി നമ്മൾ 4 ആളും കൂടിയിട്ട് വണ്ടി ലോഡ് ചെയ്തിട്ട് ലോഡിൽ നിന്ന് ഇറക്കി. ലോറിയിൽ നിന്ന് നമ്മൾ വണ്ടി ഇറക്കി. ഇനിയിപ്പോൾ ഇത് പൊളിക്കണം. അതിന് വേണ്ടി ചിട്ടി വേണം. അതാണ് ഇപ്പം ഇനി അടുത്ത സീൻ. ഇതേയുള്ളത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ തന്നെയാണുള്ളത്. മെയ് 7 നമ്മൾ കൊടുത്താണ്. മെയ് 7 കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് വണ്ടി കിട്ടുന്നത്. എന്തായാലും വണ്ടി കിട്ടി. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വുഡൻ കാർട്ടിൽ നിന്ന് നമ്മൾ വണ്ടി ഇറക്കി നിർത്തിയേക്കണം. ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ റാപ്പ് ചെയ്ത പോലെ തന്നെയാണ് ഇങ്ങനെ തന്നെ ഇരിക്കണത്. പക്ഷേ വുഡൻ്റെ നമുക്ക് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് അടിച്ചിട്ട് ആണ് അവിടെ നിന്ന് കൊടുക്കുന്നത്. അത്രമാത്രം ഡിഫറൻ്റ് ഉള്ളൂ. നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പാക്ക് ചെയ്ത പോലെ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. ഫൈനലി നമ്മുടെ വണ്ടി ദുബായിൽ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി കാരണം ബാറ്ററി ഒന്നുമില്ല. വേറെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബാറ്ററി ഒക്കെ ഊരിയിട്ടാണല്ലോ നമ്മളവിടെ നിന്ന് ഷിപ്പ് ചെയ്തത്. ഫുള്ള് കവറൊക്കെ നീക്കി വണ്ടി നീറ്റ് തന്നെയാണ്. ഒരു ഇൻഡിക്കേറ്റർ ഓടിയോ നമ്പർ പ്ലേറ്റ് ഞാൻ ചെറുതായിട്ട് നമ്പർ പ്ലേറ്റ് മാത്രം ചെറുതായിട്ട് നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് ഞളങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിവർത്തി. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വണ്ടി ഇവിടെ എത്തി. അങ്ങനെ എന്താ സാധിച്ചു വെച്ചാൽ നമ്മുടെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെയായിരുന്നു വണ്ടി വെച്ചിരുന്നത്. പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് ഇടിപ്പിച്ചിട്ട് അവർ സെക്യൂരിറ്റി നമ്മളെ കൊണ്ട് ഇവിടെ കൊടുന്ന് പാർക്കിങ്ങിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ബാറ്ററി വാട്ടർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനത്തെ ബാറ്ററിയാണ്. അതായത് വാട്ടർ സെപ്പറേറ്റും ബാറ്ററി സെപ്പറേറ്റാണ് നമുക്ക് ഇവിടെ ബാറ്ററി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിൽ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം രാവിലെ തന്നെ പെട്രോൾ വാങ്ങി ഇറങ്ങിയേക്കണം. പുതിയൊരു ചെറിയ ക്യാൻ വാങ്ങിയിട്ട് 5 ലിറ്ററിൻ്റെ ക്യാനാണ്. 50 dirhams. പിന്നെ ഒരു നീ പാഡ് വാങ്ങിയിട്ട്. കാരണം ജാക്കറ്റിട്ട് വണ്ടി ഓടിക്കലൂടെ എന്താ പറയുക ചടങ്ങാണ്, ചൂടിച്ചാവും. അപ്പോൾ അതുകൊണ്ട് നീ പാഡും 5 ലിറ്ററിൻ്റെ ക്യാനും വാങ്ങിയിട്ട് എന്നിട്ടിപ്പോൾ നമ്മൾ എവിടേക്ക് കൊണ്ടുവച്ചാൽ പെട്രോളാണ്. കാരണം നമ്മൾ എംപ്റ്റി ആയിട്ടാണ് പെട്രോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത്. വണ്ടിയുടെ ടാങ്ക് ഫുൾ എംപ്റ്റി ആക്കിയിട്ട് ബാറ്ററിയിലാണ്. ബാറ്ററി ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് രാവിലെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ട് വയ്ക്കുന്ന ബാറ്ററി ആയിരുന്നു. അപ്പോൾ അങ്ങനെ റീഫിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോൾ ഒഴിക്കണം. പെട്രോൾ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഈ ചടത്തിലാണ്. നല്ല വെയിലാണ്. അപ്പോൾ വെയിലത്തിൻ്റെ മുഖത്തിനെ കാണാം ഫുള്ള് പെസർ. നമ്മുടെ ഫൈനലി നമ്മുടെ പെട്രോൾ ഒഴിച്ചു. ഞാൻ ഈ നീ പാഡും വാങ്ങിയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ റൂമിൽ വെച്ചിട്ട് നമ്മളെന്തായാലും ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. ബാറ്ററി ഒന്നും യാതൊരു കുഴപ്പമില്ലാതെ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇത് റൂമിൽ വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടി മാറ്റിക്കണം, അല്ലെങ്കിൽ നമ്മളെ പോലീസ് പിടിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ എടുക്കണം. നമ്മളെന്നെ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ ആദ്യം പാക്ക് ചെയ്തിട്ട് അത് വെച്ചുള്ള പോലെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും
ഇത് കീറിയിട്ട് വേണം നമുക്ക് ഹെൽമെറ്റിലേക്കാണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഹെൽമെറ്റ് ഞാനിത് ഈ പേപ്പർ കീറി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത് ഇവിടെയാണ്. വണ്ടി ഞാൻ കുറച്ചേരം സ്റ്റാർട്ട് ചെയ്തിട്ടുകയാണ്. ഒരു പക്ഷേ ബാറ്ററി ചാർജ് ആയി ഉണ്ടാവും. ഇവിടുന്ന് മാറ്റി വെക്കണം എന്തായാലും നമുക്ക് വണ്ടി. അതുപോലെ നമ്മൾ ഫൈനലി നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ബൈക്ക് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മുടെ അടിയിലത്തെ പാർക്കിംഗ് ആണിത്. ഇങ്ങനെ നമ്മുടെ ഹെൽമെറ്റും കൈ പിടിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല, കാരണം ഞാൻ ഹാൻഡ് ലോക്കും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ വല്ല വണ്ടി വന്ന് ആൾക്കാർക്ക് മാറ്റി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഹാൻഡ് ലോക്കും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു റൈഡിൽ കൂടെ കാണാം. നാളെ മോർണിംഗ് എന്തായാലും നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യണം. ബൈ ബൈ.